പുഞ്ചിരിക്കുന്നത് പൂക്കളിലൂടെയാണെന്ന് പ്രശസ്ത എഴുത്തുകാരൻ എമേഴ്സൺ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ചിരപരിചിതനായ രാഷ്ട്രീയക്കാരൻ, മുൻ ജനപ്രതിനിധി, ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മുഖത്തു നിന്നല്ല ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ ഇടം പിടിച്ച സഖാവ് എം സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകം എന്ന ഈ പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നമ്മൾ കണ്ടതും കാണാത്തതുമായ 10 വിവിധ പുഷ്പങ്ങളെ പറ്റിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓരോ പുഷ്പത്തിൻ്റെയും ഗുണഗണങ്ങളും അതിൻ്റെ ഔഷധ ഗുണങ്ങളും അതിൻ്റെ പേര് നടന്ന വിപ്ലവങ്ങളും മനുഷ്യരാശിയിൽ അവ സൃഷ്ടിച്ച സ്വാധീനത്തെ പറ്റിയുമൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ തൻ്റെ സ്കൂൾ പഠനകാലത്ത് EMS ലൈബ്രറിയിൽ കണ്ട ഒരു പുസ്തകത്തിലെ കവർ പേജിൽ അദ്ദേഹം കണ്ട അഗ്നിപുഷ്പമെന്ന് താൻ സ്വയം പേരിട്ട് വിളിച്ച മേന്തോന്നി പുഷ്പത്തെ പറ്റിയാണ്. കാണുന്ന ഭൂപ്രദേശങ്ങളിലെല്ലാം കാണുന്ന ചെറു സസ്യങ്ങളിടയിൽ തീനാമ്പ് പോലത്തെ ആ പുഷ്പങ്ങളെ അന്വേഷിച്ച് അദ്ദേഹം ഒരുപാട് നടന്നിട്ടുണ്ട്. അത് നമ്മയും അത്ഭുതപ്പെടുത്തും. പിന്നീട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ബത്തേരിയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്ന വഴിക്ക് ആ പൂ അദ്ദേഹം കാണുകയും അന്ന് അദ്ദേഹത്തിലുണ്ടായ ആഹ്ലാദം നമ്മയും അറിയാതെ ആഹ്ലാദിപ്പിക്കും. പിന്നീട് പോകുന്നത് റോസാപുഷ്പത്തെ പറ്റിയാണ്. പ്രണയത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായാണ് നാം റോസാപുഷ്പത്തെ കാണുന്നത്. റോസാപുഷ്പത്തെ പറ്റി ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ചരിത്ര സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മെ അദ്ദേഹം കൊണ്ടുപോകുന്നത് കസാൻഡിക്കസിൻ്റെ ദൈവത്തിൻ്റെ ദരിദ്രൻ എന്ന പുസ്തകത്തെ പറ്റിയാണ്. പുസ്തകത്തിലിടയ്ക്കാണ് അതിൽ ഫ്രാൻസിസ് അസീസിയുടെ ചോരവീണ മണ്ണിൽ നിന്ന് മുള്ളുകളില്ലാത്ത റോസാപുഷ്പം ഉണ്ടായ ഐതിഹ്യം അദ്ദേഹം വിവരിക്കുന്നു. അതുപോലെ തന്നെ ഏദൻ തോട്ടത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. വെള്ള റോസാപുഷ്പങ്ങൾ മാത്രമുള്ള ഏദൻ തോട്ടത്തിൽ ഹവ്വയുടെ ചുംബനമേറ്റ് ആ പുഷ്പത്തിന് ചുവന്ന നിറമാകുകയും അങ്ങനെ ചുവന്ന റോസാപ്പൂ ഉണ്ടാവുകയും ചെയ്ത ഐതിഹ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ചരിത്രപ്രസിദ്ധമായ സംഭവമാണ് റോസ് വാർ. റോസാപുഷ്പത്തിൻ്റെ പേരിൽ നടന്ന ആ യുദ്ധങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. വിഷാദ പ്രണയത്തിൻ്റെ പ്രതീകമായ സൂര്യകാന്തിയിലേക്ക് നമ്മെ എത്തിക്കുന്നത് G. ശങ്കരക്കുറുപ്പിൻ്റെ സൂര്യകാന്തി എന്ന കവിത ഉദ്ധരിച്ചുകൊണ്ടാണ്. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലമ്മേ എന്ന് പറഞ്ഞ് മലയാളക്കരയെ കരയിപ്പിച്ച വൈലോപ്പിള്ളിയുടെ സഹായത്തോടെയാണ് മാമ്പൂക്കളെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. ചൈനയിലെ തൊഴിലാളി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ മാവോ എങ്ങനെയാണ് മാമ്പഴത്തെ ഉപയോഗിച്ചെന്ന കൗതുക കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റോസാപുഷ്പങ്ങളെപ്പറ്റി മറ്റ് പൂക്കളെപ്പറ്റിയും നടന്ന വിപ്ലവകരമായ സംഭവങ്ങളും അതിനെപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളും നമുക്ക് അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. രാവണന്റെ ലങ്കയിലെ അശോകവനികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സീതയുടെ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് അശോകപുഷ്പത്തെ പറ്റിയും അതിൻ്റെ ഗുണഗണങ്ങളും അതിൻ്റെ ഔഷധ ഗുണങ്ങളെയും ചരിത്ര പ്രാധാന്യത്തെപ്പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിമിഷായുസ് മാത്രമുള്ള പൂക്കൾ തൊട്ട് ചിരഞ്ജീവികളായ പൂക്കളെ പറ്റിയുള്ള കഥകൾ വരെ ഈ പുസ്തകത്തിലുണ്ട്. ഊട്ടിയിലെ മരണമില്ലാത്ത പുഷ്പത്തെ തേടിയുള്ള എഴുത്തുകാരൻ്റെ 50 കിലോമീറ്ററുള്ള കാൽനടയാത്ര നമ്മെ അത്ഭുതപ്പെടുത്തും. അതൊക്കെ കാണുമ്പോൾ നമ്മളും അറിയാതെ പറഞ്ഞു പോകും. വശ്യതയാർന്നിരിക്കുന്നു മനുഷ്യരൂപം കൊണ്ട് അരികിൽ വന്ന പൂക്കളുടെ കഥകൾ പറയാം. കേവലം 220 പേജുകൾ മാത്രമുള്ള ഈ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ 1000ഓളം ഭൂപ്രദേശങ്ങളിലൂടെയും അതിനേക്കാൾ ഒരുപാട് സാഹിത്യകൃതികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ പുസ്തകം എല്ലാവർക്കും നല്ലൊരു വായനാനുഭവം നൽകുമെന്ന് ഉറപ്പാണ്. എല്ലാവർക്കും നല്ലൊരു വായനാനുഭവം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.